ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് സ്വപ്നങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം, നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് എങ്ങനെ എത്തിപ്പിടിക്കാം. മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രം നിലനിൽക്കുകയില്ല. ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. സന്തോഷം കൊണ്ട് ആരും ലൈഫിൽ ഒന്നും നേടിയിട്ടില്ല. നമ്മുടെ ലൈഫിലൊരു പ്രോബ്ലം വരുന്ന സമയത്താണ് അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുക. നമുക്ക് എന്ത് സ്വപ്നങ്ങളുണ്ടായാലും അത് യാഥാർത്ഥ്യമാകാനുള്ള വഴികളാണ് നാം തേടേണ്ടത്. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി അതിനെ മാറ്റി വയ്ക്കാതെ നാം മുന്നിട്ടിറങ്ങുക. നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ പറ്റുകയുള്ളൂ. നാം എന്തു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥന ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് നേടിയെടുക്കേണ്ട സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. ഏത് സ്വപ്നത്തിലും ക്ലാരിറ്റി ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ നേടിയെടുക്കാനുള്ള സ്വപ്നം നമ്മൾ ക്ലിയറായിട്ട് എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വപ്നവും നേടിയെടുക്കാൻ ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു അർത്ഥവും ഉണ്ടാവില്ല. ഡ്രീം ലൈഫ് എന്ന് പറയുന്നത് പണക്കാരനാവുക എന്നതല്ല. ജീവിതത്തിൽ ഒരുപാട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക. അതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് മാറി നിൽക്കുക. മാനസികമായി നെഗറ്റീവായിട്ടുള്ള ആളുകളെ ഒഴിവാക്കുക. മാനസികമായിട്ടുള്ള പക്വത നമുക്കുണ്ടെങ്കിൽ ഏതവസ്ഥയിലായാലും വിജയിക്കാൻ സാധിക്കുന്നു. പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കുക. പ്രശ്നങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് പ്രാർത്ഥന ശീലമാക്കുക. ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ജീവിതത്തിൽ മടിയൊക്കെ മാറ്റിവെക്കുക, പ്രവർത്തിക്കുക. മോട്ടിവേഷണൽ വീഡിയോസ് കാണുക. ജീവിതത്തിൽ തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.